പാലക്കാട് ചരപ്പറമ്പിൽ ദേശീയപാതയിൽ അപകടമുണ്ടായി. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൂഗിളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. വലിയ അപകടമാണ് ഗൂഗിൾ സംഭവിച്ചത്. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാർ പൂർണ്ണമായും തകർന്ന് വാഹനം തകർന്നിരിക്കുന്നു. അപകട നില സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ. അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നത് അപകടത്തിൽ ഒരാൾ മരിച്ചു. വാഹനത്തിൽ ദമ്പതികളാണ് ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിൽ ദമ്പതികളാണ് ഉണ്ടായിരുന്നത്. ഭാര്യ സാറാമ ഫിലിപ്പാണ് മരിച്ചത്. ഭർത്താവ് ഫിലിപ്പിന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തന്നെ തകർന്നു. പാലക്കാട് ഭാഗത്തേക്കായിരുന്നു ഈ വാഹനം വന്നിരുന്നത്. അത് ഒരു ടാങ്കർ ലോറി ഇവിടെ നിർത്തിയിട്ടിരുന്നു. അതിൻ്റെ പിന്നിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. വാഹനത്തിൻ്റെ മുൻഭാഗം ഇടതുവശത്താളിരിക്കുന്ന ഭാഗം പൂർണ്ണമായും ഇടിച്ച് ഉള്ളിലേക്ക് നീങ്ങിയ സ്ഥിതിയാണ്. വലിയ ഒരു അപകടം. അതായത് ഇവിടെ ഒരു ലോറി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക്, കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം നോക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തകർന്നു. ഏതാനും ചില ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സാർ, ഇത് എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ള സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്? സാർ, ഈ ലോറി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങായിരുന്നു, ഗ്യാസ് ടാങ്കർ. അദ്ദേഹത്തിന് ഉറക്കം വന്നപ്പോൾ മണ്ണിൽ സൈഡ് ഇറക്കിയിട്ട് ഉറങ്ങായിരുന്നു. ഇവർ ഉറങ്ങിയതാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. നിയന്ത്രണം വിട്ട് ലോറിയുടെ പുറകിൽ കൊണ്ടിരിച്ചാണ്. ഏകദേശം അത്രയും ഗുരുതര പരിക്കായിരുന്നു. ആശുപത്രി സ്ഥിരീകരണം ഉണ്ടായി. സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആൾക്ക് പരിക്കുണ്ട്, ഗുരുതരമല്ല. ഗുരുതരത്തിന് കവറിങ് ആയിട്ടുണ്ടാവും. നിയന്ത്രണം തെറ്റി ഒന്നിടിച്ചാണ്. ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും വഴിയുണ്ടാവും, സാധ്യതയുണ്ടാവും. എന്താണ് ഈ കാരണമെന്ന് കൂടുതൽ പരിശോധനകൾ വേണം. ശരി, ഗൂഗിൾ എന്തായാലും അപകട ദൃശ്യം കണ്ടാൽ അറിയാമല്ലേ. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട് ഉറങ്ങിപ്പോയതോ മറ്റോ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിർത്തിയിട്ടിരുന്ന ഒരു ടാങ്കർ ലോറിക്ക് പിന്നിൽ ചെന്ന് കാറിടിക്കായിരുന്നു.